ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ഡ്യൂട്ടീസ് ഓഫ് അക്കൗണ്ടന്റ് ആണ്. ഒരു സ്ഥാപനത്തിലെ അക്കൗണ്ടന്റ് ഡ്യൂട്ടി എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അദ്ദേഹം പെർഫോം ചെയ്യേണ്ട ഫംഗ്ഷൻ എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് ഇന്ന് നോക്കാനുള്ളത്. പ്രധാനമായും ഒരു അക്കൗണ്ടന്റ് നിർവഹിക്കേണ്ട ഫംഗ്ഷൻസിനെ നമുക്ക് നാലായിട്ട് തിരിക്കാം. ആദ്യം അക്കൗണ്ടന്റ് ചെയ്യേണ്ടത് പ്രിപ്പറേഷൻ ഓഫ് ഡോക്യുമെന്ററി എവിഡൻസ് ഫോർ ഈച്ച് ആൻഡ് എവരി ബിസിനസ് ട്രാൻസാക്ഷൻ. ബിസിനസ്സിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ടാകും. അപ്പൊ ഓരോ ട്രാൻസാക്ഷന്റെയും എന്ത് ചെയ്യണം, ഡോക്യുമെന്ററി എവിഡൻസ് തയ്യാറാക്കലാണ് ആദ്യത്തെ ഡ്യൂട്ടി. അപ്പൊ ഒരു അക്കൗണ്ട് ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഓരോ ബിസിനസ് ട്രാൻസാക്ഷന്റെയും ഡോക്യുമെന്ററി എവിഡൻസ് തയ്യാറാക്കുക എന്നുള്ളതാണ്. എന്താണ് ഈ ഡോക്യുമെന്ററി എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ബിസിനസ്സിൽ പലതരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ ക്യാഷ് പേയ്മെന്റ് ആയിട്ടുള്ള ഡീലിങ്സ് ഉണ്ടാവും, അതുപോലെ നമ്മൾ ബാങ്ക് വഴി ചില പേയ്മെന്റ് നടത്തുന്നുണ്ടാവും, അതുപോലെ ക്യാഷ് ആയിട്ട് സ്ഥാപനത്തിൽ റിസീവ് ചെയ്യുന്നുണ്ടാവുന്ന, അതുപോലെ ബാങ്ക് വഴി നമ്മൾ റിസീവ് ചെയ്യുന്നുണ്ടാകും, അതുപോലെ നമ്മൾ ഫിക്സ്ഡ് അസറ്റ് ക്യാഷ് വാങ്ങിക്കുന്നുണ്ടാവും, ഫിക്സ്ഡ് അസറ്റ് നമ്മൾ കടത്തിന് വാങ്ങിക്കുന്നുണ്ടാകും, അതുപോലെ വിൽക്കാൻ വേണ്ടിയിട്ട് ഗുഡ്സ് വാങ്ങിക്കുന്നുണ്ടാവും, അത് കടത്തിനുണ്ടാവും, ക്യാഷിനുണ്ടാകും, അതുപോലെ പർച്ചേസ് റിട്ടേൺ ഉണ്ടാവും, അതുപോലെ സെയിൽസ് റിട്ടേൺ ഉണ്ടാവും, ഡിസ്കൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് ബിസിനസ് ട്രാൻസാക്ഷൻസ് നടക്കും. അപ്പോ ഈ ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ എന്ത് ചെയ്യണം, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ്, ഡോക്യുമെന്ററി എവിഡൻസ് എന്ത് ചെയ്യണം, തയ്യാറാക്കുക എന്നുള്ളതാണ് ഈ അക്കൗണ്ട് ഡ്യൂട്ടി, ഒന്നാമത്തെ ഡ്യൂട്ടി. അപ്പോ ക്യാഷ് പേയ്മെന്റ് ഡീലിങ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വൗച്ചർ ഉണ്ടാക്കുക, ക്യാഷ് പേയ്മെന്റ് വൗച്ചർ തയ്യാറാക്കുക. അതുപോലെ നമ്മൾ ബാങ്ക് പേയ്മെന്റ് ഡീലിങ്സ് ആണെന്നുണ്ടെങ്കിൽ ബാങ്ക് പേയ്മെന്റ് വൗച്ചർ തയ്യാറാക്കുക. അതുപോലെ ക്യാഷ് റിസീവ് ഡീലിങ്സ് ആണെങ്കിൽ ക്യാഷ് റെസിപ്റ്റ് വൗച്ചർ തയ്യാറാക്കുക. അങ്ങനെ ഓരോന്നിനും ഓരോ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ടുള്ള വൗച്ചർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ അക്കൗണ്ട് ഡ്യൂട്ടി. ഓക്കെ. അപ്പൊ ഇനി രണ്ടാമതാണ് പ്രിപ്പറേഷൻ ഓഫ് ഡബിൾ എൻട്രി ഫോർ ഈച്ച് ആൻഡ് എവരി ബിസിനസ് ട്രാൻസാക്ഷൻ. രണ്ടാമത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഓരോ ബിസിനസ് ട്രാൻസാക്ഷന് നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസാക്ഷന് നമുക്ക് കിട്ടി, അതിന്റെ ഡോക്യുമെന്ററി എവിഡൻസ് കിട്ടി, അതിന് നമ്മൾ എന്താക്കി കൺവേർട്ട് ചെയ്യണം, ഡബിൾ എൻട്രി ആയിട്ട് എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യുക. അപ്പൊ ഡബിൾ എൻട്രി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഈവന്റ് സ്ഥാപനത്തിൽ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്തുണ്ടാവും, നമ്മൾ പറഞ്ഞിരുന്നു, രണ്ട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള എഫക്ട് സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യുക, ഡബിൾ എൻട്രി റൂൾ പ്രകാരം എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അപ്പോ ബിസിനസ് ട്രാൻസാക്ഷന് എന്ത് ചെയ്യുക, എല്ലാ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ത് ചെയ്യണം, നമ്മൾ ഡബിൾ എൻട്രി തയ്യാറാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഡ്യൂട്ടി. അപ്പൊ ഈ ഡബിൾ എൻട്രി തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം അക്കൗണ്ടന്റ് മനസ്സിലാക്കേണ്ടത് ഏതൊക്കെ അക്കൗണ്ട് ഗ്രൂപ്പുകൾ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. 4 തരം അക്കൗണ്ട് ഗ്രൂപ്പുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? അസറ്റ്, ലയബിലിറ്റി, എക്സ്പെൻസ്, ഇൻകം. ഇങ്ങനെ 4 അക്കൗണ്ട് ഗ്രൂപ്പുകളാണ് ഉള്ളത്. അപ്പൊ ഈ അക്കൗണ്ട് ഗ്രൂപ്പുകൾ മെയിൻ ഗ്രൂപ്പാണ് അസറ്റ്, ലയബിലിറ്റി, എക്സ്പെൻസ്, അതുപോലെ ഇൻകം. ഇതില് എന്തുണ്ട്, ഏതൊക്കെ അസറ്റ് ഉണ്ടാവും, ഏതൊക്കെ എക്സ്പെൻസ് ഉണ്ട്, ഏതൊക്കെ ലയബിലിറ്റി ഉണ്ട്, ഏതൊക്കെയാണ് ഇൻകം ആയിട്ട് വരിക തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് ഡബിൾ എൻട്രി പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അത് മാത്രം മതിയോ? ഇങ്ങനെ നമ്മൾ ഓരോ ക്ലാസിഫിക്കേഷൻ മനസ്സിലാക്കുക. അപ്പൊ അസറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ അസറ്റുകൾ വരുന്നുണ്ട്, ഏതൊക്കെ ആയിരിക്കും അതിൽ വരുന്ന ഓരോ അസറ്റുകൾ ഏതൊക്കെ കാറ്റഗറി വരുന്നതാണ്, അങ്ങനെ മനസ്സിലാക്കണം. അത് മാത്രം പോരാ ഡബിൾ എൻട്രിക്ക്. എന്തുകൂടി വേണം? റൂൾ ഓഫ് അക്കൗണ്ടിങ് റൂൾ കൂടി എന്ത് ചെയ്യണം, മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഡബിൾ എൻട്രി തയ്യാറാക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ അക്കൗണ്ടിങ് റൂൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയെങ്കിൽ മാത്രമാണ് നമുക്ക് ഡബിൾ എൻട്രി പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ രണ്ടാമത്തെ ഡ്യൂട്ടിയാണ് പ്രിപ്പറേഷൻ ഓഫ് ഡബിൾ എൻട്രി ഫോർ ഈച്ച് ആൻഡ് എവരി ബിസിനസ് ട്രാൻസാക്ഷൻ. ഇത് കഴിഞ്ഞാല് മൂന്നാമത്തെ ഡ്യൂട്ടിയാണ് കീപ് ദ ബുക്ക് ഓഫ് അക്കൗണ്ട് അണ്ടർ ഡേ ബുക്ക് ഓർ ക്യാഷ് ബുക്ക് ആൻഡ് ദ ലെഡ്ജർ പോസ്റ്റിംഗ്. മൂന്നാമത്തെ ഡ്യൂട്ടി പറഞ്ഞാല് അക്കൗണ്ട് ചെയ്യുന്ന നമ്മൾ എന്ത് ചെയ്യണം, സ്ഥാപനത്തിൽ ദിനംപ്രതി എന്തുണ്ടാവും, ക്യാഷിന്റെ ഇടപാടുകൾ നടക്കുന്നുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ക്യാഷിന്റെ ഇടപാടുകൾ എന്ത് ചെയ്യണം, നമ്മൾ ഡേ ബുക്ക് അല്ലെങ്കിൽ ക്യാഷ് ബുക്ക് എന്ന് പറയും. ഇതിൽ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക. അതുപോലെ എന്ത് ചെയ്യാണ്, ഓരോ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഓരോ ഐറ്റം എന്ത് ചെയ്യണം, നമ്മൾ ലെഡ്ജറിലോട്ട് എന്ത് ചെയ്യണം, പോസ്റ്റ് ചെയ്യുകയും വേണം. ഓക്കെ. അപ്പൊ ഡേ ബുക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്ഥാപനത്തിന്റെ പ്രൈമറി ആയിട്ടുള്ള ബുക്കാണ് ഡേ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ഈ ഡേ ബുക്കിൽ എന്ത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, പോസ്റ്റ് ചെയ്യണം. എന്ത് വെച്ച്? ക്യാഷ് വെച്ച്. ഒരിക്കലും ഡേ ബുക്കിൽ നമ്മള് ക്യാഷ് എഴുതാൻ പാടില്ല. ഒരു ലെഡ്ജർ രൂപത്തിൽ തന്നെയാണ് ഡേ ബുക്ക് ഉണ്ടാക്കുക. അതിനായിട്ട് സെപ്പറേറ്റ് സാധാരണ മാനുവൽ ആണ്, അതിനായിട്ടൊരു ബുക്ക് ഉണ്ടാകും.
അപ്പോ അതിലൊരിക്കലും എന്തില്ല ക്യാഷ് റെക്കോർഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോ നമ്മൾ എന്ത് ചെയ്യുക, ഡേ ബുക്ക് എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം, അത് എന്ത് ചെയ്യുക, സൂക്ഷിച്ചു വെക്കണം. അതുപോലെ എന്ത് ചെയ്യാണ്, ഒരുപാട് ലെഡ്ജേഴ്സ് ഉണ്ടാവും, അങ്ങനെ എന്ത് ചെയ്യുക, ലെഡ്ജറിൽ വരുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, അതാത് ലെഡ്ജറിലോട്ട് എന്ത് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക. അതാണ് മൂന്നാമത്തെ ഡ്യൂട്ടി. ഇത് കഴിഞ്ഞാൽ നാലാമത്തെ ഡ്യൂട്ടിയാണ് പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്. ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കുക എന്നുള്ളത് കൂടി ആരുടെ ഡ്യൂട്ടിയാണ്, അക്കൗണ്ടന്റ് ഡ്യൂട്ടിയാണ്. ഏതൊക്കെ ഫൈനൽ അക്കൗണ്ട്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ ബാലൻസ് ഷീറ്റ്, ഇതൊക്കെയാണ് ഫൈനൽ അക്കൗണ്ട്. ഇത് തയ്യാറാക്കുക എന്നുള്ളതൊക്കെ എന്താണ്, ഒരു അക്കൗണ്ട് ഡ്യൂട്ടിയാണ്. അപ്പൊ ബാലൻസ് ഷീറ്റ് ഒക്കെ തയ്യാറാക്കണം, അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ തയ്യാറാക്കുക എന്നുള്ളതും അക്കൗണ്ട് ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പോ ഇത്രയാണ് അക്കൗണ്ട് ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. ഏതൊക്കെയായിരുന്നു? അപ്പൊ ഫസ്റ്റ് പറഞ്ഞാല് ഡോക്യുമെന്ററി എവിഡൻസ് തയ്യാറാക്കുക, അല്ലെ? ബിസിനസ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡോക്യുമെന്ററി എവിഡൻസ് എന്ത് ചെയ്യുക, തയ്യാറാക്കുക. പിന്നെ എന്ത് ചെയ്യുക, ഡബിൾ എൻട്രി എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. അതായത് ഡബിൾ എൻട്രി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ എന്ത് ചെയ്യുക, ജേർണൽ എൻട്രീസ് ആക്കി മാറ്റുക, അല്ലെ? നമ്മൾ ജേർണലൈസ് ചെയ്യുക, ട്രാൻസാക്ഷൻ എന്ത് ചെയ്യുക, ജേർണലൈസ് ചെയ്യുക. അത് കഴിഞ്ഞാല് മൂന്നാമത്തേതാണ് എന്ത്, ഡേ ബുക്ക് അല്ലെങ്കിൽ ക്യാഷ് ബുക്ക് തയ്യാറാക്കുക. അല്ലെങ്കിൽ അതുപോലെ എന്ത് ചെയ്യുക, ലെഡ്ജറിലോട്ട് എന്ത് ചെയ്യാണ്, പോസ്റ്റ് ചെയ്യുക. സബ്സിക്വന്റ് ആയിട്ടുള്ള ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യുക. ലാസ്റ്റ് ഫൈനൽ റിപ്പോർട്ട് തയ്യാറാക്കുക. ഓക്കെ, ഇത്രയാണ് ഒരു അക്കൗണ്ട് ഡ്യൂട്ടി. അപ്പൊ ഡോക്യുമെന്ററി എവിഡൻസ്, ഡബിൾ എൻട്രി, അതുപോലെ ഡേ ബുക്ക് ഓർ ക്യാഷ് ബുക്ക് ഓർ ലെഡ്ജർ, ദെൻ ഫൈനൽ റിപ്പോർട്ട്. ഇത്രയാണ് ഈ അക്കൗണ്ട് ഡ്യൂട്ടി വരുന്നത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ഉള്ളത്.